Okay, children, we are discussing the role of microbes on human welfare. You know, a number of industry products of human welfare are obtained through the activities of microbes. And which are the products? As antibiotics, vitamins, hormones, proteins, vaccines, enzymes, different varieties of products, and the alcohol. Okay, ഇതെല്ലാം കിട്ടുന്നത് ഈ മൈക്രോബ്സ് വെച്ചാ മൈക്രോബ് ആൻഡ് റോൾ വഴി. അപ്പോ നമുക്ക് മൈക്രോബ്സിനെ ഒരു ഫാക്ടറി ആയിട്ട് പറയാം. ദാറ്റ് ഈസ് വൈ വി കൺസിഡർ മൈക്രോബിയൽ ഫാക്ടറി. Okay, then the industrial production requires large number of microbes. Why microbes are selected? Because they are easy to grow, very small, unicellular, microscopic, having very less space for their culture, and show fast growth rate, leave limited waste, and can genetically modified and also act as an ideal tool for biotechnology. It is a very good uh, requirement for the production of these varieties of substances which are very much useful to human life. That is the role of microbes as industrial product. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിച്ച് ആർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞു ദാറ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഫുഡ് ആയിക്കോട്ടെ, പല ടൈപ്പ് ഫുഡ് പ്രൊഡക്ഷന്, കോസ്മെറ്റിക്സിന്, മെഡിസിൻ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ബയോഫ്യൂവൽ, എൻസൈംസ് എല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സ് വെച്ചിട്ട് ആ പ്രൊഡക്ഷൻ റേറ്റ് വളരെ കൂട്ടാനും വെറൈറ്റീസ് ഉണ്ടാക്കാനും ഇന്ന് സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഡിഫറെന്റ് വെറൈറ്റീസ്, എൻസൈംസ്, ആന്റിബയോട്ടിക്സ്, ആൽക്കഹോൾ അല്ലേ. ദെൻ അപ്പോ ഇങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് അത്യാവശ്യം വേണ്ടത് ഫെർമെന്റേഴ്സ് ആണ്. അത് പ്രധാനമായിട്ട് ഈ ബിവറേജസ് അല്ലെങ്കിൽ പറയും നമ്മള് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഉണ്ടാക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിനുള്ള ബേസിക് മെറ്റബോളിസം എന്താ? നിങ്ങൾ ഓൾറെഡി സ്റ്റഡീഡ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. അപ്പൊ അതില് വെൻ ദ അനറോബിക് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയി കഴിഞ്ഞിട്ട് അത് അനറോബിക് ആയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് നടക്കുക? വിത്ത് ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഇഫ് ദർ ഇസ് നോ ഓക്സിജൻ പ്രസന്റ് ഇൻ ഈസ്റ്റ്, പൈറുവിക് ആസിഡ് കൺവേർട്ടഡ് ഇൻ ടു എത്തനോൾ. സാധാരണ ലാക്റ്റിക് ആസിഡ് ആയിട്ട് നമുക്ക് മസിൽ ഫാറ്റിക് ഉണ്ടാക്കില്ലേ, അതുപോലെ ഈസ്റ്റിലാണെങ്കിൽ അത് എത്തനോളായി മാറും. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അനറോബിക് റെസ്പിറേഷൻ ഇൻ ഈസ്റ്റ് ഇറ്റ് പ്രൊഡ്യൂസ് എത്തനോൾ. അപ്പൊ ഗ്ലൂക്കോസ് എത്തനോൾ ആയിട്ടാണ് മാറുക. ഈ എത്തനോൾ ഫോർമേഷൻ, ദാറ്റ് ഈസ് ബൈ ഫെർമെന്റേഷൻ of malted cereals or the fruit juice in the absence of oxygen, that is the product called alcoholic drinks and varieties of alcoholic drinks. And here used yeast or the used yeast or പഞ്ചേ that the Saccharomyces cerevisiae. നമ്മൾ ഇതിനു മുൻപ് പല കാര്യങ്ങളിലും പഠിച്ചതാണ്. അതേ ഈസ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഡിഫറെന്റ് സ്ട്രെയിൻസ് ഒക്കെ പല എക്സ്പെരിമെന്റ്സ് വഴി ഡിഫറെന്റ് സ്ട്രെയിൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബിവറേജസ് ആർ ഡിഫറെന്റ് ടൈപ്പ്, ദ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആർ ഡിഫറെന്റ് ടൈപ്പ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് പ്രോസസ്സസ്. എന്ന് വെച്ചാൽ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ, അങ്ങനെ രണ്ട് ടൈപ്പ് പ്രോസസ് വഴി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആർ ദർ. ആൻഡ് ദ ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ, എന്തിന്റെ മീതെയാണ് ആ ഫെർമെന്റേഷൻ നടത്തുന്നത് അതിനനുസരിച്ചും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആർ ദർ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അതിനെ ബ്രൂവേഴ്സ് ഈസ്റ്റ്, സാക്രോമൈസസ് സെറിവീസിയെ വെച്ച് അതിന് സെറാൾസ് ജ്യൂസ് ഒക്കെ ഫെർമെന്റ് ചെയ്യുക. അത് കുറേ ക്വാണ്ടിറ്റി ഫെർമെന്റ് ചെയ്യണമെങ്കിൽ പ്രത്യേക അതിനുള്ള വെസൽസ് ആവശ്യമാണ്.
large scale production require large number of microbes. Large scale production require large number of microbes, and for larger number of microbes to grow require large vessels or devices, and they are called fermenters or bioreactors. അതിൽ വെച്ചാണ് അതിനെ വളർത്തുന്നത്. ഇനി ആന്റിബയോട്ടിക്സ്, അതുപോലെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ഉപകാരപ്പെട്ട ഒരു സബ്സ്റ്റൻസ് ആണ് ആന്റിബയോട്ടിക്. And antibiotics first discovered by Alexander Fleming in 1928. എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? അത് ഒരു എക്സ്പെരിമെന്റ് അത് നടത്തുമായിരുന്നു ഓൺ ദ സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ. ഈ വൈറ്റ് കളറിൽ കാണുന്നത് സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ ആണ്. അതിനെങ്ങനെ പതിയെ ഇനോക്കുലേറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ. പക്ഷേ ആ മൾട്ടിപ്ലിക്കേഷനിൽ അദ്ദേഹം കണ്ടു പല ഏരിയ ഇങ്ങനെ ഡീനാച്ചർ ചെയ്ത് പോണത്. അപ്പൊ അവിടെ ഒബ്സർവ് ചെയ്തപ്പോഴാണ് അവിടെ ഒരു പ്രത്യേക പഞ്ച് വളരുന്നുണ്ട്. അതിന്റെ പേരെന്താ? പെൻസിലിയം നോട്ടേറ്റം. ആ പഞ്ച് പെൻസിലിയം. അപ്പോ ആ മോൾഡ് ഈ ഒരു ഭാഗത്തുള്ള ആ പൂപ്പൽ എടുത്തിട്ട് നോക്കിയപ്പോ ഇങ്ങനെ മനസ്സിലായി. അപ്പൊ ഇതിൽ നിന്നുള്ളൊരു കെമിക്കലാണ് ഇതിന്റെ ഈ സ്റ്റെഫൈലോകോക്കസിന്റെ വളർച്ചയെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടു. അങ്ങനെ ആ കെമിക്കൽ ഈസ് extracted and its function was established later by Ernest Chain and Howard Florey, and that function is widely used to treat American soldiers during Second World War. നല്ല ഇൻഫ്ലമേഷൻസ് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായപ്പോൾ ആ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പെൻസിലിൻ. അങ്ങനെ പെൻസിലിന്റെ ഉപയോഗം ആസ് എൻ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നീട് ഇവർക്ക് 3 പേർക്കും, ഫ്ലെമിംഗ്, ചെയിൻ ആൻഡ് ഫ്ലോറി, വാസ് awarded the Nobel Prize in 1945. അപ്പൊ നമുക്ക് പിന്നീട് that these different types of antibiotics are produced and they are used to treat many diseases like plague, diphtheria, leprosy, whooping cough. അങ്ങനെയുള്ള ബാക്ടീരിയൽ ഡിസീസസിന് ആന്റിബയോട്ടിക്സ് കാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. എന്താ കാരണം? Here that the chemical produced from this microbe, that Penicillium notatum, is used to inhibit or destroy the growth of another microbe. അപ്പോൾ ഒരു മൈക്രോബ് വേറൊരു മൈക്രോബിന്റെ വളർച്ചയെ തടയുന്നു. അതുകൊണ്ട് എഗെയിൻസ്റ്റ് ലൈഫ് എന്ന് പറയാം ആന്റിബയോട്ടിക്കിനെ ഫോർ ഡിസീസ് കോസിങ് പാത്തജൻ. ഈ സ്റ്റെഫൈലോകോക്കസിനെ വെച്ച് നോക്കുമ്പോൾ പെൻസിലിയം ഓർ പെൻസിലിൻ ഈസ് എഗെയിൻസ്റ്റ് ലൈഫ്. അതിന്റെ ജീവന് അപകടകാരിയാണ് അല്ലെ, അപ്പോ അതിനെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ അക്കോർഡിംഗ് ടു ഹ്യൂമൻ പേഷ്യന്റ് ഇറ്റ് ഈസ് ഫോർ ലൈഫ്. ഈ പെൻസിലിൻ വേണം നമ്മളുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് പ്രോ ലൈഫ് എന്നും പറയാം. ആൻഡ് വിച്ച് ആർ ദ കോമൺലി യൂസ്ഡ് ആന്റിബയോട്ടിക്സ്? പെൻസിലിൻ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായ ആന്റിബയോട്ടിക് ആണ്. പിന്നീട് വന്ന വെറൈറ്റി സ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അത് നിയോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ആംപിസിലിൻ. അങ്ങനെ നിങ്ങൾ പലപ്പോഴും കഴിക്കുന്ന മരുന്നുകളുടെ ഇത് സ്ട്രിപ്പ് നോക്കിയാൽ മതി. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആന്റിബയോട്ടിക്സ് are now used to treat diseases. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ടേബിൾ വെച്ചിട്ട് ഏതൊക്കെയാണ് ഡിഫറെന്റ് പ്രൊഡക്ട്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് പ്രധാനമായിട്ടുള്ളത്. ആ ഓരോ പ്രൊഡക്റ്റിന്റെയും മൈക്രോബ് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ആ പ്രൊഡക്റ്റിന് ഉള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഫങ്ഷനും കൂടി നോക്കാം. ഓക്കെ, അപ്പോ പ്രൊഡക്റ്റ് ബെവറേജസ്, ഡിസ്റ്റിൽഡ് ആയിക്കോട്ടെ നോൺ ഡിസ്റ്റിൽഡ് ആയിക്കോട്ടെ, ഇത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് ഏതാണ്? മൈക്രോബ് സാക്രോമൈസസ് സെറിവീസിയെ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫെർമെന്റേഷൻ ഓഫ് മാൾട്ടഡ് സെറാൾസ് ഓർ ഫ്രൂട്ടഡ് ജ്യൂസ് ടു എത്തനോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, എനറോബിക്. ഓക്കെ, ദെൻ ആന്റിബയോട്ടിക്സ്, അടുത്ത പ്രോഡക്റ്റ് ആന്റിബയോട്ടിക് ആണ്. അതിൽ പെൻസിലിൻ പറയുകയാണെങ്കിൽ ആ പെൻസിലിന് വേണ്ട മൈക്രോബ് ഏതായിരുന്നു? പെൻസിലിയം നോട്ടേറ്റം. അതെന്താ ചെയ്തത്? inhibit the growth of another microbe. ഏത് മൈക്രോബ്? സ്റ്റെഫൈലോകോക്കൽ bacteria. And it is used to treat wounds and inflammations. അതാണ് ഈ പെൻസിലിന്റെ ഗുണം അല്ലെങ്കിൽ ഈ മൈക്രോബിന്റെ കോൺട്രിബ്യൂഷൻ.
Then acetic acid is a product obtained by Acetobacter aceti, a bacteria, and it is used in vinegar production, plastic and rubber production. അതിനൊക്കെ ഉപയോഗിക്കും ഈ acetic acid. അതുപോലെ സിട്രിക് ആസിഡ് വളരെ അധികം ഇൻഡസ്ട്രിയൽ വാല്യൂ ഉള്ള ഒന്നൊക്കെയാണ് ഈ സിട്രിക് ആസിഡ് ഒക്കെ. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന് വരെ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? ആസ്പെർജിലസ് നൈഗർ, ഒരു ഫംഗിയാണ്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് സിട്രിക് ആസിഡ് ലഭിക്കുന്നത്. അതുപോലെ ബ്യൂട്ടൈറിക് ആസിഡ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അസറ്റോൺ. കുറേ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽ ആണ് അസറ്റോൺ. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കണം. ആ ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിരിക്കം, ഒരു ബാക്ടീരിയ. പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ബ്യൂട്ടൈറിക് ആസിഡ് ഫ്രം വിച്ച് മൈക്രോബ്? ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിരിക്കം. ദെൻ ലാക്റ്റിക് ആസിഡ് നമ്മൾ നേരത്തെ പഠിച്ചു, ലാക്ടോബാസിലസ്. അത് ഫുഡ് ഫെർമെന്റേഷൻ, ആനിമൽ ഫീഡ് പ്രൊഡക്ഷൻ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി വേറൊന്ന് പെക്റ്റിനേസ് ആണ്. പെക്റ്റിനേസ് ഒരു എൻസൈം ആണ്. ആസ്പെർജിലസ് നൈഗർ ഫംഗി വഴിയാണ് പെക്റ്റിനേസ് ഉണ്ടാക്കുന്നത്. ആ പെക്റ്റിനേസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റ് പെക്റ്റിൻ ഇൻ ഫ്രൂട്ട് ജ്യൂസ് ആൻഡ് ക്ലിയർ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഫോർ പ്രിസർവേഷൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ബോട്ടിൽ ഫ്രൂട്ട് ജ്യൂസ് വളരെ ക്ലിയർ ആയിട്ടിരിക്കൂലേ? അതിന് കാരണം എന്താ? അതിലുള്ള പെക്റ്റിൻ എന്ന വസ്തുവിനെ അത് ഈ പെക്റ്റിനേസ് വെച്ച് ട്രീറ്റ് ചെയ്ത് അത് ക്ലിയർ ആക്കണതാ. അപ്പോ പ്രിസർവ് ചെയ്യണമെങ്കിൽ, ഫ്രൂട്ട് ജ്യൂസ് പ്രിസർവ് ചെയ്യണമെങ്കിൽ ഈ പെക്റ്റിനേസ് വെച്ച് ട്രീറ്റ് ചെയ്യണം. അപ്പൊ പെക്റ്റിനേസ് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കണം. അതിന് ആസ്പെർജിലസ് നൈഗർ വെച്ചിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ലിപ്പേസ് ഡിറ്റർജൻസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മള് നമ്മുടെ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ഓയിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യുമ്പോൾ ഡിറ്റർജന്റ് വെച്ച് വാഷ് ചെയ്യുമ്പോൾ പോണ്ടേ? അതിനിഷ്ടം ധാരാളം ലിപ്പേസ് അടങ്ങണം ഡിറ്റർജൻസിൽ. അപ്പൊ ആ ലിപ്പേസിന്റെ പ്രൊഡക്ഷനും ആര് ഹെൽപ്പ് ചെയ്യും? ദ മൈക്രോബ് ആസ്പെർജിലസ് നൈഗർ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ വാല്യൂസ് ആയിട്ടുള്ള ഒരു 3 മൈക്രോബും ആ പ്രൊഡക്റ്റും ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഇത് സ്പെഷ്യൽ ആയിട്ട് എഴുതിയേക്കണേട്ടാ. സ്ട്രെപ്റ്റോകൈനേസ് ദ പ്രൊഡക്റ്റ്. സ്ട്രെപ്റ്റോകൈനേസ് ഒബ്റ്റെയിൻ ഫ്രം ദ ബാക്ടീരിയം സ്ട്രെപ്റ്റോകോക്കസ് and used as a clot buster for removing clots from the blood vessels of heart treatment patients. അപ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർക്ക് ബ്ലോക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് സ്ട്രെപ്റ്റോകൈനേസ്. ആ സ്ട്രെപ്റ്റോകൈനേസ് ബൾക്ക് ക്വാണ്ടിറ്റി നേരത്തെ ഉണ്ടാക്കി വെക്കണ്ടേ മെഡിസിൻ? അതിന് ഉപയോഗിക്കുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ്. ഈ ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. അതുപോലെ ട്രൈക്കോഡെർമ പോളിസ്പോറം ഒരു ഫംഗിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് സൈക്ലോസ്പോറിൻ എ. ആ സൈക്ലോസ്പോറിൻ എ യൂസ്ഡ് ആസ് എ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. ഓർഗൻ മാറ്റിവെക്കില്ലേ, കിഡ്നിയൊക്കെ മാറ്റിവെക്കുമ്പോൾ അവരില് ഫോറിൻ കിഡ്നിയെ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ, അവരുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യിക്കാൻ മരുന്ന് അവര് കണ്ടിന്യൂസ് കഴിക്കണം. ആ മരുന്നാണ് സൈക്ലോസ്പോറിൻ എ. ഇറ്റ് ഈസ് എൻ ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ് ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം എ ഫംഗി ട്രൈക്കോഡെർമ പോളിസ്പോറം. ആൻഡ് സ്റ്റാറ്റിൻ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആണ്. കൊളസ്ട്രോൾ ഒക്കെ കൂടുമ്പോൾ ഡോക്ടേഴ്സ് തരുന്ന മരുന്നില് സ്റ്റാറ്റിൻ അടങ്ങിയിട്ടുണ്ടാവും. ആ സ്റ്റാറ്റിൻ ഉണ്ടാക്കാനായിട്ട് വീണ്ടും ഒരു ഫംഗിയുടെ ഹെൽപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് മൊണാസ്കസ് പർപ്യൂരിയസ്. അപ്പൊ ഈ മൈക്രോബ് ആൻഡ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ, ഇത് നന്നായി ഓർത്തു വെക്കാം. അപ്പൊ നമ്മൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി, ഇപ്പോ നമ്മുടെ ബെവറേജസ് അത് വെച്ചിട്ടാണ് നമ്മള് നമ്മുടെ എന്താണ് കേരളം തന്നെ രക്ഷപ്പെട്ടു പോണത് അല്ലെ. അപ്പോ ആ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് ഇതേപോലെ ഹ്യൂജ് ഫെർമെന്റേഴ്സ് ആവശ്യമാണ്. അങ്ങനെയാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടത്തുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സ് റോൾ